നമസ്കാരം. പലരും പലപ്പോഴായിട്ട് ചോദിക്കാറുണ്ട്, ഈ സർപ്പക്കാവുകൾ പേടിക്കേണ്ടവയാണോ എന്ന്. എന്താണ് ഈ സർപ്പക്കാവുകൾ? എന്താണ് സർപ്പം എന്ന് വെച്ചാൽ അവ മനുഷ്യരെ ഉപദ്രവിക്കുമോ? സർപ്പകോപം എന്ന് വെച്ചാൽ എന്താണ്? ഇങ്ങനെയെല്ലാം പല ചോദ്യങ്ങളും ആൾക്കാർ ഞങ്ങളോട് വിളിച്ചു ചോദിക്കാറുണ്ട്. ഗോപാലകൃഷ്ണൻ സാറ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം പലപ്പോഴും നിർമ്മലാനന്ദഗിരി സ്വാമിയെ പോലെയുള്ള ആചാര്യന്മാരോടുമായും മറ്റ് പല പ്രഗത്ഭരുമായിട്ടും ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ പോകുമ്പോൾ എന്നെയും കൂട്ടത്തിൽ കൊണ്ടുപോകാറുണ്ട്. അദ്ദേഹം ഇവരോടെല്ലാം അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളും അവരുടെ അഭിപ്രായങ്ങളും കണക്കാക്കി അതിന് തക്ക ഉപദേശങ്ങളാണ് നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇതേ രീതിയിൽ തന്നെ മനുഷ്യരെ ബാധിക്കുന്ന മറ്റൊരു കാര്യമാണ് ജ്യോതിഷവും. അതും ഇതുപോലെ ചർച്ച ചെയ്യുന്ന സമയത്തും മറ്റെല്ലാം സാറ് എന്നെ കൊണ്ടുപോകാറുമുണ്ട്. അതുമാത്രമല്ല, പ്രഭാഷണത്തിന് പോകുന്ന സമയത്ത് യാത്രക്കിടയിൽ കാറിൽ വെച്ചും ഈ കാര്യങ്ങളെല്ലാം സാറ് ചർച്ച ചെയ്യുമായിരുന്നു. അതിനുശേഷം ഈ സർപ്പക്കാവുകളെ പറ്റിയും ജ്യോതിഷത്തെ പറ്റിയും ആരെങ്കിലും എന്തെങ്കിലും അഭിപ്രായം ചോദിച്ചാൽ സാറ് എന്നോടാണ് അതിന് വിവരിച്ചു കൊടുക്കുവാൻ നിർബന്ധിക്കാറുള്ളത്. സാറ് പറഞ്ഞിട്ട് തന്നെ ഇതേപ്പറ്റിയെല്ലാം, സർപ്പക്കാവുകളെ പറ്റിയും ജ്യോതിഷത്തെ പറ്റിയും എല്ലാം എൻ്റെ ചാനലായ, എൻ്റെ യൂട്യൂബ് ചാനലായ ഭാഷാദീപത്തിൽ കൊടുത്തിട്ടുമുണ്ട്. അത് ഇവിടെ ഈ സാറിൻ്റെ ചാനലിൽ ഒന്നുകൂടി കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. എന്താണ് സർപ്പക്കാവുകൾ? സാധാരണക്കാർക്ക് അപ്രാപ്യമായിട്ടുള്ള യോഗവിദ്യയെ പ്രകൃതി സംരക്ഷണവും പരിതസ്ഥിതി സന്തുലനവുമായിട്ട് യോജിപ്പിച്ചുകൊണ്ട് സമൂഹ നന്മയ്ക്കായിട്ട് നമ്മുടെ പൂർവികരൊരുക്കിയ ഒരു ഉപാധിയാണ് ഈ സർപ്പക്കാവുകൾ. പക്ഷേ ഇത് മനസ്സിലാക്കാതെ പലരും ഇന്ന് ഇതിനെ ധനസമ്പാദനത്തിനുള്ള ഒരു ഉപാധിയായി കണക്കാക്കി ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ സർപ്പം എന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ സാധാരണ കാണാറുള്ള സർപ്പമല്ല. അത് യോഗശാസ്ത്രത്തിൽ പറയുന്ന കുണ്ടലിനി ശക്തിയുടെ പ്രതീകമാണ്. പ്രാണായാമം ചെയ്യുന്ന സമയത്ത് മൂലാധാരത്തിൽ നിന്ന് ഉണർന്ന് സുഷുമ്ന നാളത്തിലൂടെ നെറുകയിലുള്ള സഹസ്രാരത്തിലേക്ക് കുതിച്ചു പായുന്ന കുണ്ടലിനി ശക്തിയെ ഒരു മിന്നൽപിടർ പോലെയാണ് യോഗികൾക്ക് അനുഭവപ്പെടുന്നത്. അതാണ് യഥാർത്ഥ സർപ്പം. അതുകൊണ്ടാണ് സർപ്പത്തെ സ്വർണ്ണനാഗം എന്ന് പറയുന്നത്. ഈ ഭൂമി മനുഷ്യർക്ക് മാത്രമായിട്ട് അവകാശപ്പെട്ടതല്ല. അത് സകല ജീവജാലങ്ങൾക്കും ഒരുപോലെ ജീവസന്ധാരണത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഈശ്വരൻ നൽകിയിട്ടുള്ളത്. എന്നാൽ നമ്മൾ അതെല്ലാം നമ്മുടേതാണെന്ന് പറഞ്ഞ് കാടായ കാടെല്ലാം വെട്ടിത്തെളിച്ച് കൈവശം വച്ചു. അപ്പോൾ അവിടെ കഴിഞ്ഞിരുന്ന മറ്റ് ജീവജാലങ്ങൾക്ക് ഉപജീവനത്തിനായിട്ട് മറ്റ് പലയിടത്തേക്കും പരക്കം പായേണ്ട അവസ്ഥ വന്നു. നമ്മുടെ പരിസരത്തേക്ക് അവർ കയറി വന്നാൽ അവർ നമ്മളെ ആക്രമിക്കാൻ വന്നതായിട്ട് പറഞ്ഞ് നമ്മൾ അവയെ ആട്ടി ഓടിക്കുകയും ചെയ്യും. ഇത് മുൻകൂട്ടി മനസ്സിലാക്കിയ നമ്മുടെ പൂർവികർ അത്തരം ജീവജാലങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കാൻ വേണ്ടി കണ്ടെത്തിയ ഒരു പോംവഴിയാണ് സർപ്പക്കാവുകൾ എന്ന ആശയം. അതിനു വേണ്ടിയിട്ട് അവർ പല സ്ഥലങ്ങളിലും ചെറിയ ചെറിയ കാടുകൾ തനിമയോടെ നിലനിർത്തി അങ്ങോട്ട് അധികമാരി എപ്പോഴും പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി അതിനെ പവിത്രമായ ആരാധനാലയമായിട്ട് മാറ്റിയിട്ട് പല നിബന്ധനകളും വെച്ചു. അതാണ് സർപ്പക്കാവുകൾ. കൂട്ടുകുടുംബമായി കഴിഞ്ഞിരുന്ന അക്കാലത്ത് ഓരോ തറവാട്ടിലും ഇത്തരം സർപ്പക്കാവുകൾ നിർബന്ധമാക്കി. പക്ഷേ സർപ്പക്കാവിൽ സാധാരണ പാമ്പുകളും ചേരയും അരണയും മറ്റെല്ലാ തരത്തിലുള്ള ജീവികളും യഥേഷ്ടം ഉണ്ടായിരിക്കും. മാത്രമല്ല, മനുഷ്യസ്പർശം അധികം ഏൽക്കാത്തതുകൊണ്ട് അപൂർവങ്ങളായിട്ടുള്ള ഔഷധ സസ്യങ്ങളും വൃക്ഷങ്ങളും ഒക്കെ അവിടെ ധാരാളമായിട്ടുണ്ടാകും. അവയുടെ സാന്നിധ്യം കൊണ്ട് അന്തരീക്ഷം എപ്പോഴും നല്ല പരിശുദ്ധമായിരിക്കും. അതുകൊണ്ടാണ് കാവുകൾ വെട്ടി നശിപ്പിക്കരുത് എന്ന് പറയുവാൻ കാരണം. അതുമാത്രമല്ല, ഈ കാവുകളിൽ പണ്ട് കാലത്ത് യോഗികളും അവിടുത്തെ തറവാട്ട് കാരണവന്മാരും മറ്റും സ്വസ്ഥമായിട്ടിരുന്ന് ധ്യാനിക്കുവാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അവരെപ്പോഴും ഒരു
സ്ഥിരമായ സ്ഥലത്തായിരിക്കും ചെന്നിരുന്ന് ധ്യാനിക്കുന്നത്. അതിനായിട്ട് പ്രത്യേക തറകളും അവർ കെട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ തുടർച്ചയായിട്ട് അവിടെ തന്നെ ധ്യാനത്തിനായി ഉപയോഗിച്ചപ്പോൾ അവരറിയാതെ തന്നെ ആ സ്ഥലത്തോട് അവർക്ക് ഒരു ആകർഷണം ഉണ്ടായി. അത്തരം ആളുകൾ ഇരുന്ന് ധ്യാനിച്ച സ്ഥലമാണ് പിന്നീട് നാഗത്തറയായി തീർന്നത്. ഇവിടെ വിശ്വാസപൂർവ്വം വന്നെത്തുന്ന സാധാരണ ജനങ്ങൾക്കും പരിസരത്തിൻ്റെ പവിത്രത കൊണ്ട് ചെറിയ അളവിൽ ധ്യാനത്തിൻ്റെ അനുഭൂതി ലഭിക്കുന്നതാണ്. ഈ സമയത്ത് തലച്ചോറിലുണ്ടാകുന്ന എൻഡോർഫിൻ മുതലായിട്ടുള്ള ക്യൂറേറ്റീവ് കെമിക്കൽസുകളുടെ സാന്നിധ്യം മൂലം മനസ്സിനും ശരീരത്തിനും എന്തെന്നില്ലാത്ത ശാന്തതയും ഊർജ്ജസ്വലതയും നമുക്ക് ലഭിക്കും. പണ്ട് കാലത്ത് ഇത്തരം കാവുകളായിരുന്നു ക്ഷേത്രത്തിന് പകരം ഉണ്ടായിരുന്നത്. ഇതാണ് ഒന്നാമത്തെ സർപ്പക്കാവുകൾ. മറ്റൊന്ന്, യോഗീശ്വരന്മാർ സമാധിയായാൽ അവരെ സമാധി ഇരുത്തിയിട്ട് അതിന് മുകളിൽ തറ കെട്ടി പിരമിഡാകൃതിയിലുള്ള ഒരു തൊപ്പിക്കല്ല് അതിന് മുകളിൽ വയ്ക്കും. ഇതാണ് രണ്ടാമത്തേത് അഥവാ ചിത്രകൂടം എന്ന് പറയുന്നത്. ഇത് രണ്ടും ആവാഹിച്ച് മാറ്റുവാൻ സാധ്യമല്ല. കാരണം ആ സ്ഥലത്തിനാണ് ഇവിടെ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. ഇനി മറ്റൊന്നുണ്ട്. ഇത്തരം സർപ്പക്കാവുകൾ നിലനിന്നിരുന്ന തറവാടുകൾ വിട്ട് എന്നേക്കുമായിട്ട് ദൂരേക്ക് പോകേണ്ടി വന്നവർ ഒരുപക്ഷെ ശത്രുക്കളുടെ ആക്രമണത്തിനിരയായപ്പോൾ അവിടെ നിന്നും എല്ലാം ഇട്ടെറിഞ്ഞ് ഓടിപ്പോന്നവർ തങ്ങളുടെ ആരാധനാമൂർത്തിയെ അവിടെ ഉപേക്ഷിച്ച് പോരാൻ മനസ്സനുവദിക്കാത്തതിനാൽ ആ ബിംബം അടർത്തിയെടുത്ത് ഒപ്പം കൂടെ കൊണ്ടുവന്ന് അവരുടെ പുതിയ വാസസ്ഥലത്ത് പ്രതിഷ്ഠിച്ചവയാണ് അവ. ഇവ ആവാഹിച്ച് മാറ്റാവുന്നതാണ്. കാരണം ആ വിഗ്രഹത്തിലാണ് അവരുടെ വിശ്വാസം നിലനിൽക്കുന്നത്. ഇതൊന്നും മനസ്സിലാക്കാതെ എല്ലാ സർപ്പപ്രതിഷ്ഠകളും ആവാഹിച്ച് മാറ്റിയിരുത്താൻ ശ്രമിക്കുന്ന ഇപ്പോഴത്തെ പ്രവണതയെ പറ്റിയിട്ട് എന്താണ് പറയേണ്ടത്? ഒന്നോർക്കുക, ഒരു ഈശ്വരനും അവരെ പൂജിച്ചില്ല എന്ന കാരണം കൊണ്ട് ആരെയും ഉപദ്രവിക്കാറില്ല. ഇതുപോലുള്ള സർപ്പക്കാവുകൾ സംരക്ഷിക്കേണ്ടതിന് പകരം അവയെ ഒഴിവാക്കാനോ മാറ്റിയിരുത്താനോ പ്രോത്സാഹിപ്പിക്കാതെ സാധിക്കുമ്പോഴെല്ലാം കുറഞ്ഞ പക്ഷം വിശ്വാസപൂർവ്വം ഒരു അന്തിത്തിരിയെങ്കിലും കത്തിച്ചു വച്ചാൽ അതിൻ്റെതായ അഭിവൃദ്ധി ആ കുടുംബത്തിനുണ്ടാകും. ഒരു ക്ഷേത്രത്തേക്കാൾ പരിശുദ്ധമാണ് ഈ സർപ്പക്കാവുകൾ. ഇത്രയൊക്കെ വിവരിച്ച് പറഞ്ഞു എന്നുണ്ടെങ്കിലും പലർക്കും ഇപ്പോഴും അതങ്ങ് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ആ പഴയപടി സർപ്പത്തെക്കുറിച്ചും സർപ്പക്കാവുകളെക്കുറിച്ചുമുള്ള പേടി അവർക്ക് അങ്ങനെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഒരു നെഗറ്റീവ് ചിന്തയുണ്ടായാൽ നമ്മളത് നിർബന്ധിച്ച് മാറ്റുവാൻ ശ്രമിച്ചാൽ അത് കൂടി വരികയുള്ളൂ. അതുകൊണ്ട് ഇത് അവരുടെ വിധി എന്ന് പറഞ്ഞ് നമുക്ക് സമാധാനിക്കാൻ നിവൃത്തിയുള്ളൂ. ഇതിന് ഉദാഹരണമായിട്ട് എനിക്ക് വന്ന ഒരു ഫോൺ കോള് ഇതോടൊപ്പം കൊടുക്കുന്നുണ്ട്. സ്വകാര്യത കണക്കാക്കി ആളുടെ പേര് ഇതിൽ നിന്നും കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. വാദിക്കാനും ജയിക്കാനും വേണ്ടിയിട്ടല്ല, സാറ് പറയുന്നത് പോലെ അറിയാനും അറിയിക്കാനും വേണ്ടിയിട്ടാണ് ഈ മെസ്സേജുകൾ ഇവിടെ കൊടുക്കുന്നത്. സർപ്പകോപങ്ങളെ പറ്റിയും അവ എങ്ങനെ പരിഹരിക്കാം എന്നുമുള്ള കാര്യങ്ങളെ പറ്റിയും മറ്റും പിന്നീട് വിവരിക്കുന്നതാണ്. ഹലോ, നമസ്കാരം. നമസ്കാരം. ആരാണ്? തിരുവനന്തപുരത്ത് നിന്ന് പ്രസാദ്. അതെയോ, പ്രസാദ് സാർ. പറഞ്ഞോളൂ സാറേ, എന്തൊക്കെയുണ്ട് വിശേഷം? ഹലോ. നമ്മുടെ ഇവിടെ ഒരു പാർട്ടി വന്നിട്ടുണ്ട് ഇവിടെ. അതെയാ? അവർക്ക് എന്തോ ഒരു ചെറിയ സംശയമുണ്ട്. കൊടുത്തോളൂ. ഒരു മിനിറ്റ്. ആയിക്കോട്ടെ. ഹലോ. നമസ്കാരം സാറേ, എനിക്കൊരു കുടുംബക്ഷേത്രം ഉണ്ടായിരുന്നു. ക്ഷേത്രമല്ല, ഒരു തറയുണ്ടായിരുന്നു. അപ്പൊ എന്റെ വീടിന്റെ മുൻവശത്തായിരുന്ന സംഭവം. അത് ഞാൻ ഒരു ദേവപ്രശ്നം വെച്ചിട്ട് അത് പൂജ നടത്തി അത് അവിടുന്ന് അതൊന്ന് പൊളിച്ചു മാറ്റി അവിടോട്ട് മാറ്റി വെച്ചിരിക്കുക. അപ്പൊ അത് പുനഃസൃഷ്ടിക്കാനെ കൊണ്ടുള്ള നടപടിയിലാണ് ഞാൻ നടക്കുന്നത്. അപ്പൊ അതിന്റെ സഹായങ്ങൾ എങ്ങനെയൊക്കെയായിരിക്കും, എന്തൊക്കെയായിരിക്കും എന്നറിയാനെ കൊണ്ടാണ് ഞാൻ വിളിച്ചത്. ഇത് നേരത്തെ കാവായിരുന്നോ, സർപ്പക്കാവാണോ, അതോ സർപ്പം മാത്രമുള്ളൂ? എങ്ങനെയുണ്ടായിരുന്നു അവിടെ? എന്തായിരുന്നു നേരത്തെ? അവിടെ നേരത്തെ ഒരു തറ മാത്രമേ ഉള്ളൂ. ഒരു 600 വർഷത്തിന് മുമ്പുള്ള ഒരു തറയായിരുന്നു. അപ്പൊ അന്ന് 600 വർഷം മുമ്പ് അതിനുശേഷം പൂജയൊന്നും കഴിച്ചിട്ടൊന്നുമില്ല? അതിനെ കുറിച്ചൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ സാറേ. നമ്മളത് കൈമാറി ഈ വസ്തു നമ്മുടെ കയ്യിലായതാണ്. നിങ്ങൾ വസ്തു മേടിച്ചാണല്ലേ? ഞാനല്ല, എന്റെ അപ്പൂപ്പന്മാര് മേടിച്ചതാ. അതിനുശേഷം ഇതുവരെയൊന്നും ചെയ്തിട്ടില്ല? അതിന് ശേഷം അവിടെ എല്ലാ മാസവും കഴിയുന്നത്ര ദിവസങ്ങളിൽ അത് വിളക്ക് വെക്കും. അത് മുടങ്ങിയിട്ടില്ല. അത് മുടങ്ങാതെ ഇങ്ങനെ
അന്ന് മുതലുണ്ട്. പിന്നെ അന്ന് മുതൽ ഇതിന്റെ ചുവട്ടിലൊരു പാലയുണ്ട്. ആ. പാല മാറത്തില്ല. ആ അത്രയൊക്കെ ഉള്ളതിനൊരു തെളിവായിട്ട് ഒരു പാലയുണ്ട്, കൽത്തറയുണ്ട്. അപ്പൊ ഇപ്പൊ പാല എങ്ങനെ പോയാലും ഇപ്പൊ എന്തിനാ അത് മാറ്റാൻ നോക്കുന്നത്? അത് അവരുടെ ദേവപ്രശ്നം വെച്ചപ്പോ അവർ പറഞ്ഞു അത് ജീർണിച്ചു പോയി, അതിന്റെ ഒരു പുനരുദ്ധാരണം വേണമെന്ന് പറഞ്ഞു. എന്തിനാ പ്രശ്നം വയ്ക്കാൻ പോയേ? എന്തെങ്കിലും കഷ്ടകാലം വന്നോ? കഷ്ടകാലം എന്ന് പറഞ്ഞാൽ എന്റെ വീടിന്റെ മുൻവശത്താണ് ഈ സംഭവം. അത് എന്റെ വീട് ഇതും കൂടെ ഒരു 30 അടി ഇവിടെ വ്യത്യാസമേ വരും. ഒരു 30 അടി മാക്സിമം. അല്ല ആയിക്കോട്ടെ, അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ദോഷമോ വല്ലതും വന്നിട്ടുണ്ടോ? ദോഷമൊന്നും വന്നിട്ടില്ല. എന്റെ വീട് ഇതുവരെ പണിത് തീർന്നിട്ടില്ല. വീട് പണി തീരാത്തത് ഇതുമായിട്ട് എന്തിനാ ബന്ധപ്പെടുത്തി അതാണ് ചോദിക്കണേ. ഇത് ഇവർ ഓരോരുത്തർ എന്റെ വീടിന്റെ മുൻവശത്തല്ലേ സാറേ ഇത് ഇരിക്കുന്നത്. അപ്പൊ ഞാൻ വർഷങ്ങളായിട്ട് എന്റെ വീടിങ്ങനെ കിടക്കുന്നു. പിന്നെ ഓരോരോ കഷ്ടതകള് നമുക്ക് ഇങ്ങനെ വരുന്നുണ്ട്, അസുഖങ്ങള്, കാര്യങ്ങള്, പീഡകള്. അപ്പൊ അത് വന്നപ്പോഴാണ് നമ്മൾ ഇതൊക്കെ തിരക്കി ഇറങ്ങിയത്. അപ്പൊ ഈ 600 കൊല്ലമായിട്ട് വേറെ ആർക്കൊന്നും പ്രശ്നമൊന്നും ഞാൻ ചോദിക്കാൻ കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു ചിന്ത വന്നാൽ പിന്നെ അത് മാറ്റി കിട്ടാൻ വിഷമാണ്. പക്ഷെ സാധാരണ എല്ലാവർക്കും പറ്റുന്ന വെച്ചാൽ ഇതുപോലെ പ്രശ്നത്തിന് പോകും, അവർ ഒന്നല്ലെങ്കിൽ 10 കാര്യങ്ങൾ പറയും. നിങ്ങൾ അതിന്റെ പുറം പോയി കഴിയുമ്പോൾ നിങ്ങളുടെ വീടിന്റെ പ്രശ്നം പിന്നെ അവിടെ കിടക്കും. അപ്പൊ ഈ മറ്റുള്ളത് ഇപ്പം ബുദ്ധിമുട്ട് വന്നു, അല്ലെങ്കിൽ ഫൈനാൻസ് ആയിട്ടോ മറ്റുള്ള കാര്യത്തിലോ ബുദ്ധിമുട്ട് ഇതായിട്ടോ ഒരു ബന്ധം ഉണ്ടാവില്ല. എന്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ഇത് അച്ചട്ടായിട്ട് ഇരിക്കണ്ട, അവനവന്റെ മനസ്സിൽ തോന്നണാണെന്നൊക്കെ അറിയാം. ഇതെല്ലാം മാനസികമായിട്ടാണ് കൂടുതൽ 90%. ഈ 600 കൊല്ലമായിട്ട് അവിടെ ഒന്നും ഇതുപോലെ വിളക്ക് കത്തിച്ച് ഇത് ചെയ്യാണ്. ഇപ്പോഴും നിങ്ങൾ ആ തറ അങ്ങനെ തന്നെ ഉണ്ടെങ്കിൽ അവിടെ ഒരു വിളക്ക് മാത്രം കത്തിച്ച ഒരു സ്മരണ മാത്രം മതി, വേറെ ഒന്നും വേണമെന്നില്ല എന്നാണ് എന്റെ അഭിപ്രായം. നിങ്ങൾ ഇതൊക്കെ വെച്ച് കെട്ടാൻ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം കഴിഞ്ഞ് വേണമെങ്കിൽ ഒന്ന് കൊണ്ടുപോകാൻ പറഞ്ഞാലും ചിലപ്പോൾ ചെറുത് പോയില്ല എന്ന് പറയും. ഇതിനെ ഒന്നും സാറേ ഞാനത് എന്നെ കൊണ്ട് അത് അവര് പൊളിപ്പിക്കുകയും ചെയ്തു, അവിടെ ഒരു ഇതായിട്ട് വെക്കുകയും ചെയ്തു. അപ്പൊ പിന്നീട് അത് രണ്ടാമത് തിരിച്ചു വെക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ ഈ ഓടി നടക്കുന്നത്. അത് ഇപ്പൊ ഇത് എല്ലാം കഴിഞ്ഞിട്ട് പറയുന്നത്. അപ്പൊ അങ്ങനെയാണല്ലോ നിങ്ങൾക്ക്, കാരണം ഇത് വേറൊരു പ്രശ്നം പറ്റുന്ന അറിയട്ടെ, വേറെ പ്രശ്നം തന്നെ എന്താണെന്ന് അറിയട്ടെ. ഇത് നിങ്ങൾ ചെയ്യും ആകെ ഒരു പ്രശ്നമേ വെച്ചുള്ളൂ. അതെ, അത് ഈ പൊളിച്ചു കളഞ്ഞില്ലേ? പൊളിച്ചു കളഞ്ഞിട്ട് ഇനിയിപ്പോ ഓരോരുത്തർ പറയാൻ പറ്റുന്ന ഓരോരുത്തർ പറയാം നിങ്ങൾ പൊളിച്ചതിന്റെ ദോഷമാണ്, അല്ലെങ്കിൽ പുനഃപ്രതിഷ്ഠ നടത്തിയില്ല അതിന്റെ പ്രശ്നമാണ്, പൈസ കണ്ടാൽ എത്ര എസ്റ്റിമേറ്റ് തന്നെ അവര് എസ്റ്റിമേറ്റ് എത്രയാ പറഞ്ഞാണ് ഇപ്പൊ ഇത് പ്രതിഷ്ഠയൊക്കെ ചെയ്യാനായിട്ട്? അവരുടെ എസ്റ്റിമേറ്റ് 2.5 ലക്ഷം രൂപയാകും. ഇതാണ് പറഞ്ഞത്. ആ 2.5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കെട്ടിടം പണിയാൻ പാടായിരുന്നില്ലേ? അത് പൊളിച്ചു കളയാതെ അത് അങ്ങനെ നിർത്തിയിട്ട് മിറ്റത്താണല്ലോ എവിടെ നിന്നാലും അതൊരു ദോഷം ചെയ്യുന്ന സാധനം അല്ല. ഈ 600 കൊല്ലമായിട്ട് ഒരു പ്രശ്നം വരാത്തതിക്ക് നിങ്ങൾക്ക് മാത്രമായിട്ട് അത് ഉപദ്രവിക്കാൻ നോക്കുക. ഒരു സർപ്പവും ഒരു കാര്യവും ആരെ ഉപദ്രവിക്കില്ല. ഇല്ല, അത് സാറേ എനിക്ക് പറ്റിപ്പോയില്ല. നമ്മള് ഇപ്പോഴും പറഞ്ഞു, ഇപ്പോഴും പറയുന്ന ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ആ 2.5 ലക്ഷം മുടക്കി ഇങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ 2.5 ലക്ഷം ചിലവായുള്ളൂ എന്ന് വിചാരിക്കുക. എന്നിട്ട് പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞ പോലെ ചെറിയ എന്തെങ്കിലും തറ കെട്ടിച്ചിട്ട് അവിടെ സ്മരിക്കാൻ നോക്കുക, എന്തെങ്കിലും ചെറിയ വിളക്ക് കത്തിക്കുക. പണ്ട് എന്താ ചെയ്താൽ അതുപോലെ വിളക്ക് മാത്രം കത്തിച്ചാൽ മതി, വരുന്നത് വേണമെന്നില്ല. പക്ഷെ ഇവരുടെ എടുക്കാൻ പോയാൽ ഇവരത് ഈ തറ കെട്ടി പുനഃപ്രതിഷ്ഠ നടത്തി പിന്നെ ഇതിനൊക്കെ ആണ്ടുതോറും അല്ലെങ്കിൽ മാസം തോറും ഇതിന് വഴിപാട് കഴിക്കാൻ പറയും. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. ഇത് പ്രശ്നം അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ മാനസികമായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അത് ചെയ്തു നോക്കുക. പിന്നീട് അതിനെപ്പറ്റി ചിന്തിക്കേണ്ടെന്ന് വെച്ചാൽ 2 ലക്ഷം ചിലവാക്കണമെങ്കിൽ. ഇല്ലെങ്കിൽ നിങ്ങൾ മറ്റെന്തെങ്കിലും ചെയ്ത് നോക്കുക. അവിടെ ആ തറയിൽ ഇപ്പോഴും എന്തെങ്കിലും തറയായിട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഐറ്റം ഉണ്ടെങ്കിൽ അവിടെ ഒരു വിളക്ക് കത്തിക്കുക. ആൽമര പാല ഉണ്ടെന്നല്ലേ പറഞ്ഞേ? ആ പാലയുടെ ചുവട്ടിൽ വിളക്ക് തൽക്കാലത്തേക്ക് വിളക്ക് കത്തിക്കുക എന്തെങ്കിലും ചെയ്യും. തൽക്കാലത്തേക്ക് അങ്ങനെ മതി. കാരണം തറയായിട്ടിരുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ വേറെ പ്രതിഷ്ഠയുടെ ഇത്രയും കൊല്ലമായിട്ട് ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് ഓപ്പൺ തന്നെ ആയിട്ട് ഇരിക്കണമായിരിക്കും ഇഷ്ടം. അപ്പൊ ആ പാല വെട്ടിക്കളയാൻ ഇവിടുത്തെ കേടം വരാത്ത പാലയാണെങ്കിൽ വെട്ടിക്കളയാതെ അവിടെ ഒരു തിരി കത്തിക്കുക, എന്തെങ്കിലും തൽക്കാലത്തേക്ക് അത് ചെയ്യുക. നിങ്ങളുടെ വീട് പണിയോ മറ്റെന്തെങ്കിലും നോക്കുക. ഇത് എന്റെ അഭിപ്രായമാണ്. പക്ഷെ ഇത് നിങ്ങൾ പ്രശ്നം വെക്കാൻ പോയാൽ അവർ ഓരോന്ന് പറയും. ഇനി ഇത് പ്രതിഷ്ഠിച്ചാലും 2.5 ലക്ഷം കൊണ്ടും ചിലപ്പോൾ തീരുന്ന ലക്ഷണം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതാണ് ഞാൻ പറഞ്ഞത്. അതാണ് 5 ലക്ഷം കൊണ്ട് ചെയ്താലും നിങ്ങൾക്ക് പിന്നെയും കഷ്ടകാലം മറ്റൊന്നും തുടരും. കാരണം സാധാരണ എല്ലാവർക്കും ഉള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ പിന്നെയും പറയും. പിന്നെ ചെന്ന് നോക്കുമ്പോ അവര് പറയും, ഞാൻ പറഞ്ഞു പിന്നെ ചെല്ലുമ്പോ അവര് പറയും അതിന് വേറെ എന്തെങ്കിലും ചെയ്തത് ശരിയായില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതായി, അതിന് വേറെയും ചെയ്യാൻ പറയും. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു പ്രശ്നം ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് വന്നാൽ നിങ്ങൾ അത് എടുത്തിട്ട് പഠിക്കും. ഇപ്പൊ ഞാൻ പറയാണ് നിങ്ങളുടെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ സാറേ, ഇത് കുടുംബക്കാരെല്ലാം കൂടെ കൂടിയാ എന്നെ ഈ കോട്ടയെ കയറ്റിയത്. അതാണ് അവർക്ക് എല്ലാവരും കൂടെ കൂടി അവർക്ക് ഉണ്ടാകുന്ന ദുരിതങ്ങൾക്കും ദുഃഖങ്ങൾക്കും എല്ലാം പ്രശ്നം ഇത്. സ്ഥലം നിങ്ങളുടെയല്ലേ ഇപ്പൊ?
കാരണം എന്റെ വിധത്തിലായി പോയി ഇത്. നിങ്ങളുടെ ജീവിതത്തിലാണെങ്കിൽ പിന്നെ നിങ്ങൾ അവരെന്ത് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കണമെന്ന് നോക്കണം. ഒന്ന് രണ്ട് ചോയ്സാണ് ഉള്ളത്. ഇപ്പൊ ഞങ്ങളുടെ ഇവിടെ സർപ്പം ഉണ്ടായിട്ട് ഇതുപോലെ പലരും തറവാട്ട് സർപ്പം നേരത്തെ ആർക്കും ഒരു താല്പര്യം ഉണ്ടായിരുന്നു. ഞാൻ കാര്യം പറയണത് നിങ്ങൾ ചിന്തിക്കാൻ പറഞ്ഞാണ്. ഞങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ഇപ്പൊ കൊല്ലങ്ങളായിട്ട് തറവാടാണ്. അവിടെ മുറ്റത്ത് തന്നെയായിട്ട് സർപ്പം ഉണ്ടായിരുന്നു. ഈ സർപ്പം ഭാഗം കഴിച്ചപ്പോ എന്റെ ചേട്ടന്റെ പേരിലേക്ക് വന്നു. ചേട്ടൻ ബോംബെയിലാണേ. അതാ എന്നിട്ട് ആ ഈ ചേട്ടൻ വിൽക്കാൻ നേരത്തെ ആൾക്കാർക്ക് ആ സർപ്പം കൊടുക്കാൻ നേരത്തെ ആൾക്കാർ കൊടുത്തിട്ട് ആവാഴ്ച കൊടുക്കുമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒരിക്കലും ചേട്ടൻ എന്ത് ചെയ്തു, ആ സ്ഥലം ഞങ്ങൾ എടുത്തിട്ട് 2 സെന്റ് സ്ഥലം ഞങ്ങൾ എടുത്തിട്ട് ബാക്കി കൊടുത്തു. ഈ 2 സ്ഥലം സെപ്പറേറ്റ് കെട്ടി എന്നും വിളക്ക് വെച്ചുകൊണ്ടിരുന്നു. പണ്ടുപോലെ തുള്ളലൊക്കെ നടന്ന സർപ്പാണ്, വിളക്ക് കത്തിച്ചുകൊണ്ടിരുന്നു. ഇപ്പൊ തറവാട്ടുകാരെല്ലാവരും ഓരോന്ന് അവിടെ അവിടെയൊക്കെ കാണും. 10-100 തറവാട്ടുകാർ ഈ കുടുംബക്കാരൻ അവരൊക്കെ നോക്കുമ്പോ സർപ്പദോഷമുണ്ട് പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന്. നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മളെന്നും വിളക്ക് കത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഇത് എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ ആർക്കൊരു വിഷമം വരുന്നില്ല. ആ എന്നെ പാമ്പ് കടിച്ചു, എന്നെ പാമ്പ് കടിച്ചു, അച്ഛൻ പാമ്പ് കടിച്ചു. ഞങ്ങളെ 3 പേരെയും 3 ഘട്ടത്തിലായി പാമ്പ് കടിക്കുകയും ചെയ്തു. ആ ഈ സർപ്പം എന്ന് പറഞ്ഞാൽ ഈ പാമ്പൊന്നുമല്ല, കൂട്ടി വായിച്ചു കളഞ്ഞു. അതാണ്. ഇങ്ങനെയാണ് ഓരോന്നും കൂട്ടി യോജിപ്പിക്കും. ഇതാണ് പ്രശ്നം വരുന്നത്. അതിന് നിങ്ങൾക്ക് വിൽ പവർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും മനസ്സിലൊന്ന് ചിന്തിക്കാം. അമ്പലത്തിൽ എന്തെങ്കിലും ഒരു വഴിപാടൊക്കെ കഴിക്കാം. അമ്പലത്തിൽ എന്തെങ്കിലും വഴിപാടൊക്കെ കഴിക്കാം. അത് കഴിഞ്ഞിട്ട് മറ്റു ചെയ്യാൻ പറ്റി ചെയ്യുക. പക്ഷേ ഞാൻ പറഞ്ഞു പോകുന്നത്, നിങ്ങൾ ഇതുകൊണ്ടിടത്ത് നിങ്ങളുടെ മനസ്സിലുള്ളട്ടും കാലം ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ഇതിനായിട്ട് കൂട്ടി കുഴക്കാതിരിക്കാം. നിങ്ങളുടെ സ്ഥലമാണ്. നിങ്ങളുടെ സ്ഥലത്തേക്ക് മറ്റുള്ളവർ ചിന്തിക്കുന്നത് നിങ്ങൾ വിളക്ക് എത്തിക്കുക എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ല 2.5 ലക്ഷം തൽക്കാലത്തേക്ക് 2 ലക്ഷം എസ്റ്റിമേറ്റ് ആണെങ്കിൽ 2.5 ലക്ഷത്തിൽ ചെയ്തു നോക്കുക. തൽക്കാലത്ത് ഇവനെ നിങ്ങൾക്ക് മാനസികമായിട്ട് മറ്റുള്ളവരെ ബോധ്യപ്പെടുന്നതിന് 2 ലക്ഷം ചെയ്തു നോക്കിയിട്ട് വേറെ വ്യത്യാസം ചെയ്യേണ്ടെന്ന് വെക്കുക. പിന്നെ പ്രശ്നം വയ്ക്കാനോ മറ്റൊരു പോണ്ടൊരു പൊക്കോട്ടെ, നിങ്ങളുടെ വസ്തുവിൽ അവരാരും കയ്യേറാൻ പറ്റില്ലല്ലോ. വസ്തു നിങ്ങളുടെ എല്ലാം ഇരിക്കണേ എന്ന് നോക്കുക. ഇതേ പറയാനുള്ളൂ. കാരണം മനസ്സിന്റെ ആണ് നമുക്ക്. മനസ്സിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ രൂഢമായിട്ട് വന്നാൽ അതിനൊക്കെ കൂടി കുഴയ്ക്കും. അതാണ് ഇവർ മുതലെടുക്കുന്നത്. അതാണ് കേട്ടാ. ആയിക്കോട്ടെ. പ്രസാദാറിനോടത്തെ